ആധികാരികമായിട്ട് പറയുന്നൊന്നുമല്ല, പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, പലതവണ ശരിയായിട്ടുണ്ട് അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതിൻ്റെ പേരിൽ പൂച്ചണ്ടും പൂമാലയും വേണ്ട, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എയറിലാക്കാൻ നോക്കിയാൽ ഞാൻ ടയറിൽ കയറിയില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പം LDC കൊല്ലം കണ്ണൂർ ജില്ലയിലേക്കുള്ള LDC നടന്നു. താരതമ്യേന നല്ല നിലവാരമുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയില്ല, കാരണം സുഖമില്ലാതിരിക്കുകയാണ്. അസുഖം ഏതാണെന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ട്, ഫാമിലി മൊത്തം ആ പനിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ ഏരിയകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രം 6 മാർക്ക്, നമുക്കറിയാം 5 മാർക്ക് പ്ലസ് കറണ്ട് അഫേഴ്സ് എന്നുള്ളതാണ് ഇവിടെയൊക്കെയുള്ള വെയിറ്റേജ്. പക്ഷേ ആ വെയിറ്റേജ് ഒക്കെ പലയിടത്തും തെറ്റി എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേരള ഭരണ സംവിധാനം 5 മാർക്കും കറണ്ട് അഫേഴ്സും വേണ്ടിയതാണ്, പക്ഷെ അവിടെ ആകെ 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അതേസമയം ഇന്ത്യൻ ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയോട് ചേർന്ന് ഇന്ത്യൻ ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നു. അവിടെ 11 പ്ലസ് ഒരു കറണ്ട് അഫേഴ്സ് അടക്കം 12 ചോദ്യങ്ങൾ വന്നു. അതേസമയം കേരള ഭരണ സംവിധാനത്തിൽ ഗവർണറെ കുറിച്ചുള്ള 2 ചോദ്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. ആ രീതിയിൽ പലയിടത്തും വെയിറ്റേജ്. അതേപോലെ കറണ്ട് അഫേഴ്സ് ആകെ 11 മാർക്കിന് മാത്രമാണ് കറണ്ട് അഫേഴ്സ്. ഞാൻ മുമ്പേ പറയുന്നതാണ് നിങ്ങളോട്, കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എണ്ണം കുറയും എന്നുള്ളത്. പക്ഷെ അത് ഈ കഴിഞ്ഞ എക്സാമിന് മാത്രം എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഏകദേശം പാലിച്ചു എന്നുള്ളതാണ് LDC തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, ഇവിടെ ചരിത്രത്തിൻ്റെ കാര്യം 5+1 6 മാർക്കിന് ചോദിച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ LDC തിരുവനന്തപുരം പോലെ തന്നെ കേരള ചരിത്രത്തിന് പ്രാധാന്യം കുറവാണ്. അതേപോലെ ഭൂമിശാസ്ത്രത്തിൽ കേരള ഭൂമിശാസ്ത്രത്തിന് പ്രാധാന്യം കുറവാണ്. കേരളം 1, ഇന്ത്യ 2, ലോകം 3, അങ്ങനെയാണ് ചരിത്രത്തിന് വന്നിരിക്കുന്നത്. ബാക്കി അങ്ങോട്ടേക്കുള്ള ആളുകളും ഇനി റിവിഷൻ ചെയ്യുമ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന മൊത്തം 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങൾ അബോവ് ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യങ്ങളാണ്. ആവറേജ് എന്ന് പറയാവുന്ന ചോദ്യങ്ങളില്ലായിരുന്നു. അതേസമയം ഭൂമിശാസ്ത്രത്തിൽ 5+1 6 മാർക്കാണ്. അതിൽ കേരളം 1 ചോദ്യം, ഇന്ത്യ 3 ചോദ്യം, പൊതുഭൂമിശാസ്ത്രം 2 ചോദ്യം. അതേസമയം തിരുവനന്തപുരത്ത് പൊതുഭൂമിശാസ്ത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. കേരള ഭൂമിശാസ്ത്രം അവിടെ ഓരോ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള മൊത്തം 6 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ ഈസിയാണ്, 2 ആവറേജ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അബോവ് ആവറേജ് അല്ലെങ്കിൽ ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. എക്കണോമിക്സിന്റെ കാര്യത്തിൽ, എക്കണോമിക്സ് കഴിഞ്ഞ പരീക്ഷ നല്ല ടഫായിരുന്നു. ഇത്തവണ അത്ര നിലവാരമില്ല, പക്ഷെ എന്താണ് അത്യാവശ്യം നല്ല നിലവാരം തന്നെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്ര ടഫായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം 7 ക്വസ്റ്റ്യൻസ് വന്നു. ഒരു കറണ്ട് അഫേഴ്സ് അടക്കം 7 ചോദ്യങ്ങൾ അവിടെ വന്നു. 5 മാർക്കിന്റെ വെയിറ്റേജിൽ 7 മാർക്ക് വന്നു. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, 3 ക്വസ്റ്റ്യൻസ് ആവറേജും 2 ക്വസ്റ്റ്യൻസ് അബോവ് ആവറേജ് അല്ലെങ്കിൽ ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറി പെടുത്താവുന്നതാണ്. ഭരണഘടന ഇവിടെ 5 മാർക്കും കറണ്ട് അഫേഴ്സും ആണ് സാധാരണ വെയിറ്റേജ്. അതേസമയം ഇവിടെ 11+ ഒരു കറണ്ട് അഫേഴ്സ്, അങ്ങനെ 12 മാർക്കിന് വന്നു. അതിൽ ചില ചോദ്യങ്ങളൊക്കെ കേരള ഭരണ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ്, പക്ഷെ ചോദിച്ചത് ഇന്ത്യൻ ഭരണ സംവിധാനമാണ് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തം 12 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ ഈസിയാണ്, 4 ചോദ്യങ്ങൾ ആവറേജ് ആണ്. പക്ഷേ 3ഓളം ചോദ്യങ്ങൾ അവിടെ നല്ല അത്യാവശ്യം നിലവാരമുള്ള ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കേരള ഭരണ സംവിധാനം 2 ചോദ്യങ്ങളെ വന്നുള്ളൂ. അത് 2 വന്നിരിക്കുന്നത് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരിച്ചും മറിച്ചും ചോദ്യങ്ങളാണ്. അത് 2 വളരെ ഈസി ചോദ്യങ്ങളാണ്. അതിൻ്റെ ഓപ്ഷനൊക്കെ നോക്കിയാൽ നമുക്ക് സുന്ദരമായിട്ട് കിട്ടുന്ന 2 ചോദ്യങ്ങളാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മറ്റൊരു ടഫ് ഏരിയ ആണ്. അതായത് GKയിൽ ടഫായി മാറിയത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, പിന്നെ ഫിസിക്സിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, പിന്നെ ഭരണഘടനയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് GK പാർട്ടിൽ കുറച്ചൊന്ന് ടഫായിട്ട് മാറിയത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കും കറണ്ട് അഫേഴ്സ് ആണ് വേണ്ടത്, പക്ഷേ 8 മാർക്കും ഒരു കറണ്ട് അഫേഴ്സും വന്നു. അങ്ങനെ 9 മാർക്കിന് വന്നതിൽ 5 ചോദ്യങ്ങൾ ഈസിയാണ്, പക്ഷെ 4 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, പലരും തെറ്റിക്കാൻ സാധ്യതയില്ല. അതെന്താണ്, വലിയ പുതിയ പാറ്റേൺ ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ആളുകൾ പോലും തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരുന്നു. ഭൗതിക ശാസ്ത്രത്തിൽ 6 മാർക്കാണ് വന്നത്. 3+ കറണ്ട് അഫേഴ്സ് ആണ് ഇവിടുത്തെ വെയിറ്റേജ്, പക്ഷെ 4+2 എന്നുള്ള രീതിയിൽ 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു. ഒരു ചോദ്യം ഈസിയാണ്, 2 ആവറേജ് ആണ്, 3 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. കെമിസ്ട്രിയുടെ കാര്യത്തിൽ അവിടെ 3 മാർക്കാണ് വെയിറ്റേജ്, കറണ്ട് അഫേഴ്സ് വന്നിട്ടില്ല. 3 മാർക്കിന് ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നു. 2 ഈസി ചോദ്യം, ഒരു ആവറേജ്, പക്ഷെ ടഫ് എന്ന് പറയാവുന്ന ചോദ്യങ്ങളെ അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ള ഏരിയ 5 മാർക്കും കറണ്ട് അഫേഴ്സും ആണ്. അതേപോലെ തന്നെ 5 മാർക്കും 2 മാർക്ക് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വന്നു. അങ്ങനെ 7 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മൾ ആ ഒരു 28 ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നില്ല, അതിലൊക്കെ തന്നെയുള്ള ടോപ്പിക്കുകളാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. ഓക്കെ, 11 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഈസി 2 ചോദ്യം, 3 ആവറേജ്, 2 അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിട്ട് കണക്കാക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ 3 മാർക്കും കറണ്ട് അഫേഴ്സും ആണ്. പക്ഷെ ഇവിടെ 4+1 എന്നുള്ള രീതിയിൽ 5 മാർക്കിന് ചോദിച്ചു. 2 ക്വസ്റ്റ്യൻ ഈസിയാണ്, 2 ആവറേജ് ആണ്, 1 എന്താണ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യമാണ്. സുപ്രധാന നിയമങ്ങളുടെ കാര്യം 5+ കറണ്ട് അഫേഴ്സ് ആണല്ലോ വെയിറ്റേജ്, പക്ഷെ ഇവിടെ 6 മാർക്കിന് ചോദ്യങ്ങൾ വന്നു, ഒരു കറണ്ട് അഫേഴ്സ് ചോദ്യവും വന്നിട്ടുണ്ട്. അങ്ങനെ 7 മാർക്കിന് വന്നതിൽ 3 ഈസിയാണ്, ആവറേജ് ആണ് 3, ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം
അത്യാവശ്യം നിലവാരമുള്ള ടഫ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യം. ഇനി മാത്സിന്റെ കാര്യം. മാത്സ് പൊതുവെ ജാമിതീയ രൂപങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് വരുമ്പോൾ പൊതുവെ കൂടുതൽ ആളുകൾക്കും ഇത് ടഫ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ മാത്സ് നമുക്ക് പൊതുവെ പറയുമ്പോൾ പൊതുവെ വിലയിരുത്തും മാത്സുകാർക്കൊക്കെ, പക്ഷെ അതേസമയം പൊതുവെ പറയുന്ന സമയത്ത് മാത്സ് എന്താണ് അത്യാവശ്യം നല്ല നിലവാരം വന്നു, അത്യാവശ്യം നല്ല ടഫായി. 2 ക്വസ്റ്റ്യൻസ് ഈസിയാണ്, ഒരു 3 ആവറേജ് ആണ്, പക്ഷേ 5 ക്വസ്റ്റ്യൻസ് അബവ് ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന ജാമിതീയ രൂപങ്ങൾ എന്നുള്ള ചോദ്യങ്ങളാണ്. ശ്രമിച്ചാൽ കിട്ടുന്നതാണ്, പക്ഷെ എന്താണ് ഈ പൊതുവായിട്ട് വിലയിരുത്തുന്ന സമയത്ത് ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ മാത്സിനെ നമുക്കൊരു ടഫ് ഏരിയ ആയിട്ട് ഇവിടെ ഈ ഒരു പരീക്ഷയെ കണക്കാക്കാം. അതേസമയം ഇംഗ്ലീഷും മലയാളവും എന്തായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. താരതമ്യേന കൂടുതൽ എളുപ്പമായിരുന്നു മലയാളമാണ്. ഇംഗ്ലീഷിൽ 2 ചോദ്യങ്ങളെങ്കിലും ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആവറേജ് 4 ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം മലയാളം ആണെങ്കിൽ 6 ചോദ്യവും ഈസിയാണ്, 4 ചോദ്യം ആവറേജ് ആണ്. ഒരു എബോ ആവറേജ് എന്ന് പെടുത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ ടഫ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ മലയാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ, ടോട്ടൽ 100 മാർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം ചോദ്യങ്ങളിൽ 43 ചോദ്യങ്ങൾ ഈസിയാണ്. ദെൻ 31 ചോദ്യങ്ങൾ ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ 43, 31 കഴിച്ചിട്ട് 74 കഴിച്ച് ബാക്കി 26 ചോദ്യങ്ങൾ എബവ് ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, ഇതാണ് സ്ഥിതി. അപ്പം സാധാരണഗതിയിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം ജോലി നേടാൻ സാധ്യതയുള്ള നല്ല റാങ്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റിയാൽ, ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ, ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പരീക്ഷയുടെ മുമ്പേ ചെയ്യേണ്ട, അതൊക്കെ പാലിച്ച് പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാൾക്കാണെങ്കിൽ ഇവിടുന്ന് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഈസി ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും സുന്ദരമായിട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പം 74+ മാർക്കുകൾ ഈ പറഞ്ഞ കാറ്റഗറിക്കാർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നേടാൻ പറ്റും. ഒരു പക്ഷേ ഇപ്പോഴും ഈ ഒരു PSC പരീക്ഷയുടെ ഈ ഒരു രീതികളുമായി പൊരുത്തപ്പെടാത്ത ആളുകളാണ് ഭൂരിഭാഗവും. നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം, ഇങ്ങനെയൊക്കെ നമുക്കിത് പല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും, ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയാൽ മതി, അറിയാത്ത ചോദ്യങ്ങൾ ഒരു അടിവരയിട്ട് പോകുക, എന്നിട്ട് അവസാനത്തെ ഒരു 15-20 മിനിറ്റിൽ വിട്ട ചോദ്യങ്ങളിൽ നിന്ന് മാർക്ക് നേടിയെടുക്കുക, ലോജിക്കൽ കറക്കി കുത്ത്, ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ട്രെയിൻ ടു ബ്രെയിൻ മെത്തേഡ്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്റ്റഫ് ഉപയോഗിച്ചിട്ടില്ലേ, നമ്മുടെ കയ്യിലുള്ള അറിവുകൾ ഉപയോഗിച്ച്, മുന്നറിവുകൾ ഉപയോഗിച്ച് പല മാർക്കും നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ പണ്ടേ പറയുന്നതാണ്. നമ്മുടെ റാങ്ക് മേക്കർ GK 5-in-1 എന്ന പുസ്തകം 2018 ഇറങ്ങി, അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് ഈ പറഞ്ഞ മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതേസമയം ഇത്രയും മിടുക്കരായിട്ടുള്ള ആളുകൾ തന്നെ ഈ പറഞ്ഞ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ടൈം മാനേജ്മെന്റ് ഒന്നും നടക്കാതെ ചോദ്യപേപ്പർ കണ്ട് അന്താളിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ചാടാം, താഴേക്ക് ചാടിപ്പോവാം. അതായത് 74 കിട്ടേണ്ട അടുത്ത് നിന്ന് ഇവിടെ നിന്നുള്ള പകുതിയോളം മാർക്കുകൾ അല്ലെ, ഒരു 10-15 മാർക്കുകൾ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു 50-60 ആ റേഞ്ചിലേക്ക് ചാടിപ്പോയിട്ടുണ്ടാവാം. എങ്ങനെയാണത്? ആ പരീക്ഷാ ഹാളിലെ വിഷയമാണ്. ഞാൻ എപ്പോഴും പറയുന്നല്ലേ, ഒരു 10-14 മാർക്കെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അറിവുണ്ടായിട്ടും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഏത് കാലം പറയുന്ന നിങ്ങളോട് ഇത് അതിനെ അതിജീവിക്കാനാണ് വേണ്ടത്. ഹാപ്പിനെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് പോകണം നമ്മൾ. ഈ 1.5 മണിക്കൂർ നമുക്ക് ആ രീതി കിട്ടണം അല്ലെ. ഡോപ്പമൈനും സെറോട്ടോണിനും അല്ലേ, എൻഡോർഫിനും ഇങ്ങനെയുള്ള ഹോർമോണുകൾ, ഓക്സിറ്റോസിൻ, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നല്ല പ്ലസന്റ് ഫീലിംഗ് ഉള്ള 1.5 മണിക്കൂറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിചാരിക്കാത്ത പല മാർക്കുകൾ നേടാൻ പറ്റും. നമ്മൾ കറക്കി കുത്തുന്നൊക്കെ ശരിയാവും. അതാണ് ലോജിക്കൽ കറക്കി കുത്ത് എന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതി ചെയ്ത ആളുകൾക്ക് ഒരു 74 എബോവിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നല്ല എന്താണ് അത്യാവശ്യം ജോലി കിട്ടുന്ന മാർക്കുകളാണ്. ദെൻ 50-60ലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കൊല്ലം ഒരു 58 to 63, അത് ഈ അപ്പർ ലിമിറ്റിലേക്ക് എത്താനാണ് സാധ്യത. 58 to 63 ആ ഒരു റേഞ്ചിലായിരിക്കും ഏകദേശം കട്ട് ഓഫ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെൻ്റെ മാത്രം ചിന്തയാണ്, ഇതിന് ഒരു വാലിഡിറ്റിയും ഇല്ല, എനിക്ക് തോന്നുന്ന കാര്യം മാത്രമാണ്, അത് എൻ്റെ അറിവിലുള്ള എന്നോട് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അല്ലാതെ ആധികാരികമായിട്ട് പറയുന്നൊന്നുമല്ല. പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, പലതവണ ശരിയായിട്ടുണ്ട് അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതിൻ്റെ പേരിൽ പൂച്ചണ്ട് പൂമാലയും വേണ്ട, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എയറിലാക്കാൻ നോക്കിയാൽ ഞാൻ ടയറിൽ കയറിയില്ല. ഓക്കെ, ദെൻ കണ്ണൂരിലെ സ്ഥിതിയാണെങ്കിൽ 55 to 60, ഏകദേശം ഒരു 55 മുതൽ 60 വരെ, ഇതിൽ തന്നെ ഇവിടുത്തെ അപ്പർ റേഞ്ചിലേക്ക് ആവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കട്ട് ഓഫ് സാധ്യത എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള എക്സാമുകളുണ്ട്. നമ്മളെ ബ്ലൂ പ്രിന്റ് റിവിഷൻ, എൻട്രിയിലെ ബ്ലൂ പ്രിന്റ് റിവിഷൻ നടത്തിയ ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ബ്ലൂ പ്രിന്റിൽ നോക്കി അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞതാണ്, നിങ്ങളുടെ സിലബസിൽ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ഇല്ല, പക്ഷെ നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്ത ഏരിയയിൽ നിന്ന് പല ചോദ്യങ്ങളും വരും. 9ാം ക്ലാസ്സിലെ അല്ലെ ചാപ്റ്റർ ഏതാണ്, 9ാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരും. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എടുത്ത് നോക്കിയാൽ അറിയാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇനി ആ ബ്ലൂ പ്രിന്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ജില്ലക്കാർക്ക് എന്ത് ചെയ്യും, ഗുണം ചെയ്യും. ആ ബ്ലൂ പ്രിന്റ് റിവിഷൻ ക്ലാസ്സുകൾ എൻട്രിയിൽ നടക്കുന്നുണ്ട്. അത് വെറും 399 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ബ്ലൂ പ്രിന്റ് റിവിഷൻ എക്സാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഈ കഴിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്വസ്റ്റ്യൻ
ക്വസ്റ്റൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടുത്ത പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്ത ഘട്ട എക്സാം എഴുതുന്നവർക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, ബൈ.